ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയായിട്ടുള്ള ബ്ലാക്ക് സ്റ്റോൺ ഇന്ത്യയിൽ 15ഓളം കമ്പനികൾ IPO ചെയ്തായിരുന്നു. അതിൽ 7ാമത്തതും ഏറ്റവും പുതിയതുമായിട്ടുള്ള ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് ഈ ഒരു ഹൊറൈസൺ ഇൻഡസ്ട്രിയൽ പാർക്സ്. ആ ഒരു കമ്പനി കുറച്ച് വ്യത്യസ്തമായിട്ടാണ് അവരുടെ ആ ഒരു ബിസിനസ് ചെയ്യുന്നത്. അവർ സാധാരണ ആ ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ്സ് ഒന്നും അല്ല ബിൽഡ് ചെയ്യുന്നത്, അവർ ഇൻഡസ്ട്രിയൽ പാർക്കുകളാണ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ഫുൾഫിൽമെന്റ് സെന്റേഴ്സ്, മാനുഫാക്ചറിനുള്ള സ്പേസുകൾ ഒക്കെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഏരിയാസിൽ, അതായത് ഏറ്റവും കൂടുതൽ അവർക്കുള്ളത് ഫാറൂഖ് നഗർ ഈ ഒരു NCR റീജിയനിലാണ്. അതുപോലെ പൂനെ, ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ, അഹമ്മദാബാദ്, അതുപോലെ ഗോവയിൽ ഒക്കെ അവർക്ക് ഈ പറഞ്ഞ ലീസബിൾ ഏരിയാസ് ഉണ്ട്. ഓൾമോസ്റ്റ് 60 മില്യൺ സ്ക്വയർ ഫീറ്റോളം ലീസബിൾ ഏരിയാസിൻ്റെ കപ്പാസിറ്റി ഉള്ള ഈ ഒരു കമ്പനിയിൽ വെറും 28 തൊട്ട് 30 മില്യൺ സ്ക്വയർ ഫീറ്റ് വരെ മാത്രമേ ഇതുവരെ ഫിനിഷ് ചെയ്ത് ലീസിന് കൊടുത്തിട്ടുള്ളൂ. ബാക്കി ആ ഒരു 30 മില്യൺ സ്ക്വയർ ഫീറ്റിനുള്ള ഏരിയ ഇനിയും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അതുപോലെ 7 തൊട്ട് 8 മില്യൺ സ്ക്വയർ ഫീറ്റ് വരെ ഓരോ വർഷവും ആഡ് ചെയ്ത് വളർന്നു പോകുന്ന ഈ ഒരു കമ്പനി നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആണോ, അതുപോലെ ലിസ്റ്റിംഗ് ഗെയിൻസിന് എന്തെങ്കിലുമൊക്കെ ചാൻസ് ഈ ഒരു കമ്പനിക്കുണ്ടോ, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ ഈ ഒരു IPOയുടെ ഡേറ്റ്സ് നോക്കാം. ഈ ഒരു IPO ഓപ്പൺ ആവുന്നത് ഓഗസ്റ്റ് 17-ാം തീയതിയാണ്. അതുപോലെ ഈ ഒരു IPO ക്ലോസ് ആവുന്നത് ഓഗസ്റ്റ് 19-ാം തീയതി. 20-ാം തീയതി ഈ ഒരു IPOയുടെ അലോട്ട്മെന്റ് ഫൈനലൈസ് ചെയ്യും. അതുപോലെ 21-ാം തീയതി അലോട്ട്മെന്റ് കിട്ടുവാണെങ്കിൽ ഷെയർസ് ഡിമാറ്റ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും, അല്ലെന്നുണ്ടെങ്കിൽ റീഫണ്ട് ക്രെഡിറ്റ് ആവും. 24-ാം തീയതിയാണ് ഈ ഒരു കമ്പനിയുടെ ലിസ്റ്റിംഗ്. ഈ ഒരു IPOയുടെ ഒബ്ജക്റ്റീവ്സ് വളരെ സിമ്പിൾ ആണ്. ഇതിൽ 2600 കോടിയോളം രൂപയുടെ IPO ആണ്. അത് മുഴുവനായിട്ട് ഈ ഒരു ജനറൽ കോർപ്പറേറ്റ് പർപ്പസിന്റെ ആ ഒരു കാര്യം ഒഴിച്ചു കഴിഞ്ഞാൽ 2250 കോടിയോളം രൂപ ഈ ഒരു കമ്പനിയുടെ ഡെറ്റ് അടയ്ക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. ഈ ഒരു കമ്പനി എക്വിറ്റിയും ഡെറ്റും വഴി തന്നെ ആയിരിക്കും വളരുന്നത്. ഈ ഒരു IPOയ്ക്ക് മുമ്പ് ഈ ഒരു കമ്പനിക്ക് 6884 കോടിയോളം ഡെറ്റ് ഓൾറെഡി ഉണ്ട്. ഈ ഒരു IPOയുടെ പ്രൈസ് ബാൻഡ് വരുന്നത് 57 രൂപ മുതൽ 60 രൂപ വരെയാണ്. ഈ ഒരു അപ്പർ പ്രൈസ് ബാൻഡിൽ ഈ ഒരു കമ്പനിയുടെ വാല്യൂഷൻ വരുന്നത് 17,297 കോടി രൂപയാണ്. അപ്പോൾ അത്യാവശ്യം വലിയ സൈസുള്ള ഒരു കമ്പനിയാണിത്. ഈ ഒരു IPOയിൽ ബ്ലാക്ക് സ്റ്റോൺ, അതായത് ഈ ഒരു കമ്പനിയുടെ മെയിൻ ആയിട്ടുള്ള പ്രൊമോട്ടർ ഗ്രൂപ്പ്, ഒരു ഷെയർസ് പോലും വിൽക്കുന്നില്ല, ഓഫർ ഫോർ സെയിൽ ഒന്നുമില്ല. എന്നാൽ തന്നെ അവരുടെ ആ ഒരു ഹോൾഡിംഗ് ഓൾമോസ്റ്റ് 89% നിന്ന് 75% എത്തും. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ 2250 കോടി രൂപയുടെ ഡൈലൂഷൻ വരുന്നുണ്ട്. ഇക്വിറ്റി ഡൈലൂഷൻ എന്താണെന്ന് അറിയാമല്ലോ, കൂടുതൽ എക്വിറ്റി, കൂടുതൽ ഷെയർസ് കൂടുന്തോറും ഓരോ ഷെയറിന്റെ വില കുറയും. അപ്പോൾ അതുപോലെ ബ്ലാക്ക് സ്റ്റോണിൽ ആ ഒരു കമ്പനിക്കകത്തുള്ള അവകാശത്തിന്റെ ആ ഒരു വാല്യൂ കുറഞ്ഞ് 75% വരും ഈ ഒരു IPOയ്ക്ക് ശേഷം. ആദ്യം തന്നെ ഈ ഒരു കമ്പനി എന്താണ് ചെയ്യുന്നത് നോക്കാം. ഈ ഒരു കമ്പനി ബേസിക്കലി ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനി തന്നെയാണ്. പക്ഷേ ട്രഡീഷണൽ ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ്. ഒരു റെസിഡൻഷ്യൽ ഏരിയ ഡെവലപ്പ് ചെയ്ത് ഫ്ലാറ്റ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വിൽക്കുക എന്നുള്ള ആ ഒരു പരിപാടിയല്ല ഈ ഒരു കമ്പനി ചെയ്യുന്നത്. ഇവർ മെയിൻലി ഇൻഡസ്ട്രിയൽ പാർക്കുകളാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്നത്തെ കാലത്ത് ഈ ഒരു ഇ-കൊമേഴ്സും ബാക്കിയുള്ള അതുപോലുള്ള ബിസിനസ്സുകൾ ഒക്കെ വളരണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫുൾഫിൽമെന്റ് സെന്റേഴ്സ്, അതുപോലെ വെയർ ഹൗസുകൾ, കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഈ ടൈപ്പുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ ഇവരുടെ ലാൻഡിൽ അവർ ഡെവലപ്പ് ചെയ്ത് അവർ ലീസിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവരുടെ 58% റവന്യൂസ് വരുന്നത് ഫുൾഫിൽമെന്റ് സെന്റേഴ്സിൽ നിന്നാണ്. ഫുൾഫിൽമെന്റ് സെന്റേഴ്സ് എന്താണെന്ന് അറിയാലോ, നമ്മൾ ആ ഒരു ഷിറ്റ് ബ്രോക്കറിന്റെ ആ ഒരു IPOയുടെ കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മുടെ ആ ഒരു ടെലഗ്രാം ചാനൽ, നമ്മുടെ ഷെയർ മാർക്കറ്റ് മലയാളത്തിന് ഒരു ടെലഗ്രാം ചാനലുണ്ട്. ആ ഒരു ചാനൽ നമ്മൾ ഇതുപോലുള്ള ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങളും IPO കാര്യങ്ങളും ഒക്കെ ഡിസ്കസ് ചെയ്യാറുണ്ട്. എല്ലാ കാര്യങ്ങളും യൂട്യൂബിൽ വീഡിയോ ആയിട്ട് വരണമെന്നില്ല. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആ ചാനൽ ഡിസ്കസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവർ ഇതുപോലെ ടോപ്പിക്കൽ ഇൻട്രസ്റ്റ് ഉള്ളവരാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ മിസ്സാക്കാതിരിക്കാൻ വേണ്ടി നമ്മുടെ ടെലഗ്രാം ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വന്നത് ഈ ഒരു ഫുൾഫിൽമെന്റ് സെന്റേഴ്സ് ബേസിക്കലി നമ്മുടെ ഈ ഒരു ആമസോൺ, അതുപോലെ ഏതെങ്കിലുമൊക്കെ ബിസിനസ്സുകൾക്ക് ഈ ഒരു സാധനങ്ങളെല്ലാം കൂടെ ഒരു സ്ഥലത്ത് കീപ്പ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അവിടെ നിന്ന് കസ്റ്റമേഴ്സിലോട്ട്, റീറ്റെയിൽ സൈഡിലോട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ടൈപ്പ് വെയർ ഹൗസിംഗ് ഫെസിലിറ്റീസിനാണ് പറയുന്നത് ഈ ഒരു ഫുൾഫിൽമെന്റ് സെന്റേഴ്സ്. അതിൽ നിന്നാണ് ഇവരുടെ 58% റവന്യൂസ് വരുന്നത്. ബാക്കി ആ ഒരു 39% റവന്യൂസ് വരുന്നത് മാനുഫാക്ചറിങ് ഹബ്ബുകളിൽ നിന്നാണ്. അവരുടെ ആ ഒരു ലാൻഡ് ലീസ് ചെയ്ത് കൊടുക്കുന്നത്, ചെറിയ ചെറിയ മാനുഫാക്ചറിങ് ഹബ്ബുകൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതെന്നാണ് വരുന്നത്. പിന്നെ അതുപോലെ 3% റവന്യൂസ് അവരുടെ വരുന്നത് ഇൻസിറ്റി സെന്റേഴ്സിൽ നിന്നാണ്. അവർക്ക് 17ഓളം ഇൻസിറ്റി സെന്റേഴ്സ് ഉണ്ട്. ഇൻസിറ്റി സെന്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ബിസി ആയിട്ടുള്ള സ്പോട്ടുകളിൽ നമ്മൾ ചെറിയൊരു സ്പേസ് ലീസ് ഔട്ട് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഈ ഒരു ഫുൾഫിൽമെന്റ് സെന്റേഴ്സിൽ നിന്നൊക്കെ ആ ഒരു സിറ്റീസിലോട്ട് എവിടെയെങ്കിലും മെയിൻ ഭാഗത്തോട്ട് എന്തെങ്കിലും സാധനം ഡെലിവറി ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള ഇൻസിറ്റി സെന്റേഴ്സിൽ കൊണ്ടുവന്നിട്ടായിരിക്കും ഡെലിവറി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ, അതുപോലെ ഈ ഒരു വെയർ ഹൗസിംഗ് ഫെസിലിറ്റീസും ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഹൗസിംഗ് ഏരിയാസ് ഒക്കെ അവർ ഭാവിയിൽ കുറച്ചുകൂടെ റവന്യൂസ് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ഓൾമോസ്റ്റ് ആ ഒരു 3%, 10 മുതൽ 12% വരുമെന്നാണ് പറയുന്നത് ഭാവിയിൽ. അപ്പോൾ നമുക്ക് പറഞ്ഞ ബിസിനസ് ഏകദേശം മനസ്സിലായി. പക്ഷേ ഈ ഒരു ഫൈനാൻഷ്യൽസ് ആണ് നമ്മൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം ഈ ഒരു കമ്പനിയിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കുന്ന ഒരാൾക്ക് ഈ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് അത്ര നല്ല അല്ല എന്ന് തോന്നാൻ സാധ്യതയുണ്ട്. അത് ഭാഗികമായിട്ട് ശരിയാണ്. എന്നാലും ഈ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് നോക്കാമെങ്കിൽ നമുക്ക് കാണാം, അവർ ഇബിട്ട മാർജിൻ ഓൾമോസ്റ്റ് 80%-ഓളമാണ്. വളരെ നല്ലൊരു കാര്യമാണ്.
അതുപോലെ നല്ലൊരു ഇബിറ്റ ഈ ഒരു കമ്പനി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് എന്നുള്ള ആ ഒരു ഭാഗത്തോട്ട് വരുമ്പോൾ 162 കോടിയോളം നഷ്ടമായിരുന്നു 2024. 2025 178 കോടി, 2026 അത് 203 കോടിയായി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു കമ്പനിയുടെ അക്കൗണ്ടിങ് പ്രോഫിറ്റ്സിൽ നിന്ന് മാത്രം, ഈ ഒരു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് അക്കൗണ്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ നിന്ന് മാത്രം നമുക്ക് ആ ഒരു കമ്പനിയിലോട്ട് വരുന്ന പൈസ എത്രയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ആ ഒരു കമ്പനിയുടെ ഇബിറ്റ, ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സസ്, ഡിപ്രീഷിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എന്ന് പറഞ്ഞ ആ ഒരു വാല്യൂ, ആ ഒരു ടാക്സിനും ഡിപ്രീഷിയേഷൻ എന്ന് പറഞ്ഞ ആ ഒരു അക്കൗണ്ടിങ് ടേം കൂട്ടുന്നതിന് മുമ്പ്, ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുന്നതിന് മുമ്പ് ഒക്കെയുള്ള ആ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ്സ് ആണ്. അത് നോക്കാമെങ്കിൽ 151 കോടിയിൽ നിന്ന് 2025 ആയപ്പോഴത്തേക്കും അത് 339 കോടിയായി. അതുപോലെ 2026 ആയപ്പോൾ അത് 607 കോടിയായി. അപ്പോൾ നല്ലൊരു വളർച്ചയുണ്ട് ആ ഒരു ഇബിറ്റയിൽ. അപ്പോൾ അതിൽ 2 ഫാക്ടേഴ്സാണ് അവർ ഇബിറ്റ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആക്കി മാറ്റാത്തത്. ഒന്ന് ഡിപ്രീഷിയേഷനും, രണ്ടാമത് ആ ഒരു ഇൻട്രസ്റ്റ് കോസ്റ്റും. ഇൻട്രസ്റ്റ് കോസ്റ്റിൻ്റെ കാര്യം നമ്മൾ കണ്ടല്ലോ, ആ ഒരു കമ്പനിക്ക് 3688 കോടിയോളം കടമുണ്ടായിരുന്നത് 2026 ആയപ്പോഴത്തേക്കും 6884 കോടിയായിട്ട് മാറി. ഈ ഒരു കമ്പനി പെട്ടെന്ന് വളർന്നൊരു കമ്പനിയാണ്. ഈ ഒരു 5 വർഷത്തിനിടയ്ക്കാണ് അവർ വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത്, അവരുടെ ആ ഒരു ലാൻഡ് അക്വിസിഷനും ഡെവലപ്മെൻറ്റും ഒക്കെ നടത്തിയത്. അപ്പോൾ അതിനെല്ലാം ഒരുപാട് പൈസ വേണം. അവർ ഒരുപാട് പൈസ ഈ ഒരു ബ്ലാക്ക് റോക്കിൻ്റെ എക്വിറ്റി ആയിട്ടുള്ളതുപോലെ തന്നെ നല്ലൊരു ശതമാനം അവർ ഡെറ്റായിട്ട് റേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻട്രസ്റ്റ് കോസ്റ്റ് കാരണം ഈ ഒരു കമ്പനിക്ക് ഉണ്ടാകുന്ന ആ ഒരു ലാഭത്തിലുള്ള കുറവ് ഒരു പരിധി വരെ ഈ ഒരു IPOയിലൂടെ പരിഹരിക്കാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു IPOയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഈ ഒരു കമ്പനിയുടെ കടം കുറയ്ക്കുക എന്നുള്ള മാത്രമാണ്. പിന്നെ അതുപോലെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡിപ്രീഷിയേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അതൊരു അക്കൗണ്ടിങ് ടേം ആണെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന അസറ്റുകളുടെ വാല്യൂ ഓരോ സമയത്തിനനുസരിച്ച് ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് മെറ്റീരിയലി ആ ഒരു കമ്പനിയെ ഇമ്പാക്ട് ചെയ്യുന്നതോ കമ്പനിയിൽ നിന്ന് പൈസ പോകുന്നതോ ഒന്നുമല്ല. പക്ഷേ അക്കൗണ്ടിങ് ടേംസിൽ അതൊരു നഷ്ടമാണ് ഈ കമ്പനിയുടെ. അപ്പോൾ ആ ഒരു ക്യാഷ് കമ്പനിയിൽ നിന്ന് പോയിട്ടില്ല എന്ന് തന്നെ കൂട്ടുക. അങ്ങനെയാണെങ്കിൽ ആ ഒരു വാല്യൂ ആ ഒരു നെറ്റ് പ്രോഫിറ്റിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതല്ലോ. ആ ഒരു കമ്പനിയിലോട്ട് അത്ര പൈസ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു വാല്യൂ നെറ്റ് പ്രോഫിറ്റിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാമല്ലോ. കാര്യം എന്ന് വെച്ചാൽ ആ ഒരു പൈസ കമ്പനിയിൽ നിന്ന് പോയിട്ടില്ല. അപ്പോൾ 2026 ആ ഒരു കമ്പനിയുടെ -203 എന്ന് പറഞ്ഞ ആ ഒരു നെറ്റ് പ്രോഫിറ്റ് +63 മാറും. അപ്പോൾ ടെക്നിക്കലി ഈ ഒരു കമ്പനി യഥാർത്ഥത്തിൽ വലിയതായിട്ട് പൈസ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയല്ല, ഇപ്പോൾ ഓൾമോസ്റ്റ് ബ്രേക്ക് ഇവൻ ലെവലിൻ്റെ മുകളിലാണ്. അപ്പോൾ ഞാൻ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത ഒരു കമ്പനിയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റെസ്റ്റോറൻറ്റ് ബ്രാൻഡ്സ് ഏഷ്യയെക്കുറിച്ച്. അപ്പോൾ ആ ഒരു കമ്പനിക്ക് ക്യാഷ് ഫ്ലോസ് എങ്ങനെയാണ് വരുന്നത്, നഷ്ടത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കമ്പനിയാണ്, ഒരുപാട് പൈസ ബേൺ ചെയ്യുന്നുണ്ട്. എന്നാലും ആ ഒരു കമ്പനിയിലോട്ട് പൈസ വരുന്നുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ടായിരുന്നല്ലോ. ഈ ഒരു ഹൊറൈസൺ ഇൻഡസ്ട്രിയൽ പാർക്സിൻ്റെ ആ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാവുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു കമ്പനിയുടെ വാല്യൂഷൻസ് അതിൻ്റെ PSU ഒക്കെ ആയിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഈ ഒരു DLFിൻ്റെ ഒക്കെ ബിസിനസ് കുറച്ചുകൂടെ ഡിഫറൻ്റ് ആണ്. നമുക്കറിയാം ഈ കമ്പനിക്ക് ഏണിങ്സ് ഇല്ല, പ്രൈസ് ടു ഏണിങ്സ് ഇല്ല. പ്രൈസ് ടു ഏണിങ്സ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ നമുക്ക് പ്രൈസ് ടു ബുക്കിൽ നമ്മൾ കമ്പയർ ചെയ്യാം. നമുക്ക് ഇതുപോലെ റിയൽ എസ്റ്റേറ്റ് കമ്പനിയിൽ നമ്മൾ പ്രൈസ് ടു ബുക്കിൽ നമ്മൾ കമ്പയർ ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും വലിയ കമ്പനിയായിട്ടുള്ള ആ ഒരു DLFുമായിട്ട് വാല്യൂഷൻസ് നോക്കുവാണെങ്കിൽ ഈ ഒരു കമ്പനിയുടെ വാല്യൂഷൻസ് കുറച്ചുകൂടെ ചീപ്പാണ്. ആ ഒരു EV to EBITDA നോക്കുവാണെങ്കിലും ആ ഒരു പ്രൈസ് ടു ബുക്ക് നോക്കുവാണെങ്കിലും. അതുപോലെ തന്നെ ആ ഒരു ലോധ ഗ്രൂപ്പിൻ്റെ റിയൽ എസ്റ്റേറ്റ് കമ്പനി പ്രസ്റ്റീജും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്താൽ ഈ ഒരു കമ്പനി കുറച്ചുകൂടെ ചീപ്പാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ കണ്ടെയ്നർ കോർപ്പായിട്ട് വലിയതായിട്ട് താരതമ്യം ചെയ്യേണ്ട കാര്യം വെച്ചാൽ ഒരു ഗവൺമെൻറ് ഓൺഡ് PSU കമ്പനിയാണ്. പിന്നെ അതിൽ കിടക്കുന്ന ഒരു എംബസി ഓഫീസ് പാർക്സ് ബേസിക്കലി ഒരു റൈറ്റ് ആണ്. ആ ഒരു അതുമായിട്ട് നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യണം. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ബ്ലാക്ക് സ്റ്റോണിൻ്റെ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് കമ്പനീസിൽ 7ാമത്തെയാണ് ഇപ്പോൾ IPO ചെയ്യുന്ന ഈ ഒരു ഹൊറൈസൺ ഇൻഡസ്ട്രിയൽ പാർക്ക്. അതിലെ ഒരു കമ്പനിയാണ് ഈ ഒരു എംബസി ഓഫീസ് റൈറ്റ്സും. അവരുടെ തന്നെ ഓണർഷിപ്പിലുള്ള ഒരു കമ്പനിയാണ് എംബസി ഓഫീസ് പാർക്സും. എനിക്ക് തോന്നുന്നു അവരുടെ ഹോൾഡിംഗ്സ് ഇപ്പോൾ വളരെയധികം താഴെ വന്നിട്ടുണ്ട് ഇപ്പോൾ ആ ഒരു കമ്പനിയിൽ. അപ്പോൾ ബേസിക്കലി ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബാക്കിയുള്ള ആ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനീസും ഒക്കെ ആയിട്ട് താരതമ്യേന ഈ ഒരു കമ്പനിയുടെ വാല്യൂഷൻസ് സ്വല്പം കുറവായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു കമ്പനിക്ക് ലിസ്റ്റിംഗ് ഗെയിൻസ് മാർക്കറ്റിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മാർക്കറ്റ് നല്ല രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് ഓൾമോസ്റ്റ് ഒരു 6-7% ഗ്രേ മാർക്കറ്റിൽ പ്രീമിയം ഒരു കമ്പനിക്കുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലിസ്റ്റിംഗ് ഗെയിൻസിന് വേണ്ടി കൺസിഡർ ചെയ്യാൻ പറ്റിയ ഒരു കമ്പനി അല്ലത്. പക്ഷേ ലോങ് ടേമിലേക്ക് ഒരു റീസണബിൾ റിട്ടേൺസ് കിട്ടാൻ സാധ്യതയുള്ള ഒരു കമ്പനി എന്നുള്ള രീതിയിൽ ഞാൻ കൺസിഡർ ചെയ്യാൻ സാധ്യത ഉള്ള ഒരു കമ്പനിയാണിത്. അപ്പോൾ ബേസിക്കായിട്ട് ഈ ഒരു ഹൊറൈസൺ ഇൻഡസ്ട്രിയൽ പാർക്സ് എന്നുള്ള IPOയുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കവർ ചെയ്തെന്ന് തോന്നി. ഈ ഒരു കമ്പനിയുടെ IPO ഡേറ്റ്സ്, അതുപോലെ ഈ ഒരു കമ്പനിയുടെ IPOയുടെ ഒബ്ജക്റ്റീവ്സ്, ഈ ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് എങ്ങനെ ഡിഫർ ചെയ്ത് നിൽക്കുന്നത്, അതുപോലെ ഈ ഒരു കമ്പനിയുടെ ബിസിനസ് എന്തുമാത്രം വ്യത്യാസമാണ്. ഇവർ ബേസിക്കലി ആ ഒരു ഫുൾഫിൽമെൻറ്റ് സെൻറ്റേഴ്സിനും മാനുഫാക്ചറിങ് ഹബ്സിനും ഒക്കെ വേണ്ടിയിട്ടാണ് അവരുടെ ആ ഒരു ലാൻഡ് ഡെവലപ്പ് ചെയ്ത് ലീസിന് കൊടുക്കാറ്. അതുപോലെ നമുക്കറിയാം ഈ ഒരു കമ്പനിക്ക് 60 മില്യൺ സ്ക്വയർ ഫീറ്റോളം ഏരിയാസ് ഉള്ളതിൽ 28-30 മില്യൺ സ്ക്വയർ ഫീറ്റ് മാത്രമേ ഡെവലപ്പ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എത്രയും സ്ഥലം ഇനിയും ഡെവലപ്പ് ചെയ്യാൻ കിടക്കുകയാണ്. 7-8 മില്യൺ സ്ക്വയർ ഫീറ്റ് വരെ ഓരോ വർഷവും അവർ ഡെവലപ്പ് ചെയ്യും. അതുപോലെ ഇവരുടെ ഇപ്പോഴത്തുള്ള ഏരിയയിൽ 93% കപ്പാസിറ്റി യൂട്ടിലൈസ്ഡ് ആണ്. അത്രയും ശതമാനത്തോളം ലീസിന് കൊടുത്തിരിക്കുകയാണ് ഓൾറെഡി. അപ്പോൾ ഈ രീതിയിലുള്ള റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിന് നല്ല ഡിമാൻഡ് ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായി. അതുപോലെ ലിസ്റ്റിംഗ് ഗെയിൻസിന് വലിയൊരു ബെനിഫിറ്റ് ഉള്ള കമ്പനി അല്ലെന്ന് മനസ്സിലായി. അതുപോലെ ലോങ് ടേമിലേക്ക് എക്സെപ്ഷണൽ ആയിട്ട് ഒരു ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും അത്യാവശ്യം റീസണബിൾ ആയിട്ടൊരു വാല്യൂഷനിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ഈ ഒരു ഷോർട്ട് ആയിട്ടുള്ള രീതിയിലുള്ള ഈ ഒരു IPO വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഈ ഒരു ചാനൽ കവർ ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്ക് കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ ഇതുപോലെ ഇൻവെസ്റ്റേഴ്സിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള വേറൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാം. അതുവരെ സഞ്ജയ്, ഷെയർ മാർക്കറ്റ് മലയാളം. ബൈ.